ഷാർജയിൽ മരിച്ച അതുല്യയെ ഭർത്താവ് സതീഷ് ശങ്കർ മർദ്ദിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തുവന്നത്. അതുല്യയെ കൊലപ്പെടുത്തുമെന്ന് സതീഷ് പറയുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ദൃശ്യം അതുല്യയുടെ കുടുംബം കോടതിയിൽ ഹാജരാക്കി. പീഡനവും അസഭ്യവും പറയുന്നത് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലും അതുല്യയ്ക്ക് മർദ്ദനമേറ്റു. മേശയ്ക്ക് ചുറ്റും അതുല്യയെ ഓടിക്കുന്നതും അടിക്കുന്നതും മർദ്ദനമേറ്റ് അതുല്യ കരയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. 10 വർഷം പീഡനം സഹിച്ചെന്ന് അതുല്യ വീഡിയോയിൽ പറയുന്നത് കേൾക്കാം. നീ എങ്ങോട്ടു പോകാനടി? നിന്നെ ഞാൻ കുത്തിമലർത്തി ജയിലിൽ പോകും. നിന്നെ ഞാൻ എവിടെയും വിടില്ല. കുത്തിമലർത്തി സതീഷ് ജയിലിൽ പോയി കിടക്കും. ഞാനില്ലാതെ നിനക്ക് ജീവിക്കാനാകില്ല. ജീവിക്കാൻ സമ്മതിക്കില്ല. കൊട്ടേഷൻ നൽകിയാണെങ്കിലും നിന്നെ കൊല്ലും. അതിന് എന്റെ 1 മാസത്തെ ശമ്പളം പോലും വേണ്ട, വീഡിയോയിൽ സതീഷ് പറയുന്നു. യുഎഇയിൽ നിന്ന് നാട്ടിലെത്തിയപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് സതീഷ് ശങ്കറിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. സതീഷിന്റെ ഗാർഹിക മാനസിക പീഡനമാണ് മകളുടെ മരണത്തിന് കാരണമെന്നാണ് അതുല്യയുടെ കുടുംബത്തിന്റെ പരാതി. അതേസമയം ഹാജരാക്കിയ ദൃശ്യങ്ങൾ പഴയതാണെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ദൃശ്യങ്ങളുടെ ഫോറൻസിക് പരിശോധന നടത്താൻ കോടതി നിർദ്ദേശിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ വിവാദ പരാമർശം നടത്തിയ തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്യയ്ക്കെതിരെ പോലീസ് കേസ്. ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ മന പോലീസ് സ്റ്റേഷനിലാണ് മഹുവയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. വിവിധ BJP നേതാക്കളും കേന്ദ്രമന്ത്രിമാരും മഹുവയുടെ പരാമർശത്തിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പ്രദേശവാസി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 196 മതം, വംശം, ജനനസ്ഥലം, താമസസ്ഥലം, ഭാഷ മുതലായവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകൾക്കിടയിൽ ശത്രുത വളർത്തൽ, 197 ദേശോദ്ഗ്രഥനത്തിന് ദോഷകരമായ ആരോപണങ്ങൾ, അവകാശങ്ങൾ എന്നിവ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ബംഗ്ലാദേശിൽ നിന്ന് 10,000 ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അതിനുത്തരവാദിയായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തലവെട്ടി മേശപ്പുറത്ത് വെക്കണമെന്നായിരുന്നു മഹുവയുടെ പരാമർശം. ബംഗാളിലെ നുഴഞ്ഞുകയറ്റത്തിന് വഴിയൊരുക്കുകയാണ് അമിത്ഷായുടെ വിമർശനത്തിന് മഹുവയുടെ മറുപടിയായിരുന്നു. ഇന്ത്യയുടെ അതിർത്തി ഒരാളും സംരക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മുടെ അമ്മമാരിലും സഹോദരിമാരിലും കണ്ണുവെച്ച് മറ്റൊരു രാജ്യത്ത് നിന്ന് ദിവസവും 10,000 ഇന്ത്യയിലേക്ക് വന്ന് നമ്മുടെ ഭൂമി കവരുന്നുണ്ടെങ്കിൽ ആദ്യം അമിത്ഷായുടെ തലവെട്ടി മേശപ്പുറത്ത് വെക്കണമെന്നായിരുന്നു മഹുവ പറഞ്ഞത്. അതിർത്തി സംരക്ഷണ ഉത്തരവാദിത്തം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും നുഴഞ്ഞുകയറ്റം ഉണ്ടെങ്കിൽ അതിന് തൃണമൂൽ സർക്കാരിനെ കുറ്റപ്പെടുത്താനാവില്ലെന്നും പറഞ്ഞ ശേഷമായിരുന്നു മഹുവയുടെ വിവാദ പരാമർശം. പ്രകൃതി ദുരന്തങ്ങൾ രാജ്യത്തെ പരീക്ഷിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 125 ഭാഗത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മോദിയുടെ പ്രസംഗം. ജമ്മു കാശ്മീരിലും ഉത്തരാഖണ്ഡിലുമുണ്ടായ മിന്നൽ പ്രളയവും തുടർന്നുണ്ടായ അപകടങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു മോദിയുടെ പ്രസംഗം. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുകളും മൂലമുണ്ടായ വൻ നഷ്ടങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ചു. വീടുകൾ തകർന്നു, വയലുകൾ വെള്ളത്തിൽ മുങ്ങി, മുഴുവൻ കുടുംബങ്ങളും നശിച്ചു. നിരന്തരമായ വെള്ളപ്പൊക്കത്തിന് തുടർച്ചയായി പാലങ്ങൾ ഒലിച്ചുപോയി, റോഡുകൾ ഒലിച്ചുപോയി, ജനങ്ങളുടെ ജീവൻ അപകടത്തിലായി. ഈ സംഭവങ്ങൾ ഓരോ ഇന്ത്യക്കാരനെയും ദുഃഖത്തിലാഴ്ത്തി. വെള്ളപ്പൊക്കവും മഴയും മൂലമുണ്ടായ നഷ്ടങ്ങൾക്കിടയിലും ജമ്മു കാശ്മീർ 2 സവിശേഷ നേട്ടങ്ങൾ കൈവരിച്ചുവെന്നും മോദി വ്യക്തമാക്കി. ഇവ അധികം ആളുകൾ ശ്രദ്ധിച്ചില്ല, പക്ഷേ ആ നേട്ടങ്ങളെക്കുറിച്ചറിയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുമെന്നും മോദി പറഞ്ഞു. പുൽവാമയിലെ ഒരു സ്റ്റേഡിയത്തിൽ റെക്കോർഡ് എണ്ണം ആളുകൾ ഒത്തുകൂടി. പുൽവാമയിലെ ആദ്യത്തെ ഡേ നൈറ്റ് ക്രിക്കറ്റ് മത്സരമാണ് ഇവിടെ നടന്നത്. ഇതു മുൻപ് അസാധ്യമായിരുന്നു, പക്ഷേ ഇപ്പോൾ രാജ്യം മാറുകയാണ്. ശ്രദ്ധ പിടിച്ചുപറ്റിയ രണ്ടാമത്തെ പരിപാടി രാജ്യത്തെ ആദ്യത്തെ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലായിരുന്നു. അതും ശ്രീനഗറിലെ ദാൽ തടാകത്തിൽ നടന്നു. ഇന്ത്യയിലുടനീളമുള്ള 800-ലധികം അത്ലറ്റുകൾ ഇതിൽ പങ്കെടുത്തു. വനിതാ അത്ലറ്റുകളും ഒട്ടും പിന്നിലായിരുന്നില്ല. അവരുടെ പങ്കാളിത്തം പുരുഷന്മാരുടെ പങ്കാളിത്തത്തിന് തുല്യമായിരുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. കൽപ്പറ്റ താമരശ്ശേരി ചുരത്തിൽ നിയന്ത്രണം വിട്ട് സുരക്ഷാവേലി തകർത്ത കണ്ടെയ്നർ ലോറി കൊക്കയിൽ വീഴാതെ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ്. കർണാടകയിൽ നിന്ന് ഇരുചക്ര വാഹനങ്ങളുടെ ലോഡുമായി സർവീസ് ചെയ്യുന്ന വാഹനമാണ് വൻ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. 9ാം വളവിൽ ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. സുരക്ഷാവേലി തകർന്ന് ലോറി അല്പം മുന്നോട്ട് നീങ്ങിയെങ്കിലും കൊക്കയിലേക്ക് പതിച്ചില്ല. ലോറിയിൽ ലോഡുണ്ടായിരുന്നതാൽ മാത്രമാണ് വാഹനം താഴേക്ക് വീഴാതിരുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഡ്രൈവർ മാത്രമായിരുന്നു ലോറിയിൽ ഉണ്ടായിരുന്നത്. അപകടമുണ്ടായ ഉടനെ ഓടിക്കൂടിയ ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും ചുരം ഗ്രീൻ ബ്രിഗേഡ് പ്രവർത്തകരും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരും ചേർന്ന് ഡ്രൈവറെ പുറത്തിറക്കി.
പോലീസും കൽപ്പറ്റയിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങളും പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. വൈത്രിയിൽ നിന്നും ക്രെയിൻ എത്തിച്ച് ലോറി മാറ്റാനുള്ള നീക്കമാണ് നടത്തുന്നത്. മറ്റു വാഹനങ്ങൾക്ക് വലിയ ഗതാഗത കുരുക്കില്ലാതെ കടന്നുപോകുന്നുണ്ട്. ഭയപ്പെട്ടതിന്റെ പ്രശ്നങ്ങളല്ലാതെ മറ്റു പരുക്കുകളൊന്നും ഡ്രൈവർക്കില്ലെന്നാണ് വിവരം. റഷ്യയോടും ചൈനയോടും ഇന്ത്യ അടുക്കുന്നതിനിടെ പുതിയ സമ്മർദ്ദ തന്ത്രവുമായി ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളോട് വൈറ്റ് ഹൌസ് ആവശ്യപ്പെട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്നത് നിർത്തലാക്കുന്നത് ഉൾപ്പെടെയുള്ള ഉപരോധങ്ങളാണ് US നിർദ്ദേശിച്ചിട്ടുള്ളത്. US ചെയ്തതുപോലെ ഇന്ത്യക്ക് അധിക തീരുവ ഏർപ്പെടുത്താനും ട്രംപ് നിർദ്ദേശിച്ചുവെന്നാണ് റിപ്പോർട്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നതിനാണ് ഇന്ത്യക്ക് US അധിക തീരുവ ചുമത്തിയത്. എന്നാൽ റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ ഇതുവരെ യൂറോപ്യൻ രാജ്യങ്ങൾ പരസ്യമായി എതിർക്കുകയോ അതിനെതിരെ കേസെടുക്കുകയോ ചെയ്തിട്ടില്ല. ചൈനയാണ് റഷ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത്. യൂറോപ്പും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്നു. എന്നാൽ ചൈനയും യൂറോപ്പിനെയും ഒഴിവാക്കി ഇന്ത്യയെ മാത്രമാണ് ട്രംപ് തീരുവ ചുമത്തി ശിക്ഷിച്ചത്. ഇത് ഇരട്ടനിധിയാണെന്ന് ഇന്ത്യ പ്രതികരിച്ചിരുന്നു. സ്വപ്ന സുരേഷിനോട് താൻ മോശമായി പെരുമാറിയെന്ന പരാതിക്ക് പിന്നിൽ കോൺഗ്രസ് ഗൂഢാലോചനയെന്ന് മുൻ മന്ത്രിയും CPM നേതാവുമായ കടകംപള്ളി സുരേന്ദ്രൻ. തനിക്കെതിരെ പരാതി നൽകിയ കോൺഗ്രസ് നേതാവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ചെന്നപ്പെട്ടിരിക്കുന്ന ഗതികെട്ട അവസ്ഥയുണ്ട്. ഭാവി കേരളത്തിന്റെ പ്രതീക്ഷയായി അവർ ചുമന്നുകൊണ്ടുവന്ന നേതാവ് 80 വയസ്സായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എടോ വിജയ എന്ന് വിളിക്കാൻ കഴിയുന്ന തരത്തിൽ അവർ വളർത്തിക്കൊണ്ടുവന്ന നേതാവിനെതിരെയാണ് ആക്ഷേപങ്ങൾ ഉണ്ടായത്. സംസ്ഥാന ചരിത്രത്തിൽ ഉണ്ടാകാത്ത ആക്ഷേപങ്ങളാണ് ഉയർന്നത്. ആ ആരോപണം ഇല്ലാതാക്കാനാണ് എനിക്കെതിരായ ആരോപണം, കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ആ രാഷ്ട്രീയ നേതാവിന്റെ മുഖം വെളുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആരോപണമാണിത്. ആരോപണം ഉന്നയിച്ചവർ എണ്ണി മറുപടി പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടും ക്രിമിനലാണ്. മാധ്യമപ്രവർത്തക തന്നെ ക്രിമിനലിന് ഇരയായത് ഒരു നിസ്സാര വിഷയമല്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരായ ആരോപണത്തിൽ ഉറച്ചുനിൽക്കുന്നതായി സ്വപ്ന സുരേഷ്. ഉറച്ചുനിൽക്കാതെ താൻ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കാറില്ലെന്നും സ്വപ്ന സുരേഷ് മനോരമ ഓൺലൈനോട് പറഞ്ഞു. കടകംപള്ളിക്കെതിരായി കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല. എന്താണ് നടക്കുന്നതെന്ന് നിരീക്ഷിക്കുകയാണ്. അതിനുശേഷമേ പ്രതികരണം ഉണ്ടാവുകയുള്ളൂവെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. കൂടുതൽ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ സ്വപ്ന തയ്യാറായില്ല. മന്ത്രിയായിരുന്ന കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ മോശമായി പെരുമാറിയെന്നാണ് പോത്തൻകോട് സ്വദേശിയായ പൊതുപ്രവർത്തകനും കോൺഗ്രസ് നേതാവുമായ മുനീർ DGPക്ക് പരാതി നൽകിയത്. കടകംപള്ളി സുരേന്ദ്രൻ മോശമായി സംസാരിക്കുകയും സമീപിക്കുകയും ചെയ്തുവെന്ന സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കടകംപള്ളിക്കെതിരെ കേസെടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്ര ഗവർണർ രാജേന്ദ്ര യാർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. സർക്കാരിന്റെ ക്ഷണം രാജ്ഭവൻ സ്വീകരിച്ചു. 9-നാണ് തലസ്ഥാനത്ത് ഘോഷയാത്ര നടക്കുന്നത്. മുഖ്യമന്ത്രി ഫോണിലൂടെ ഗവർണറെ ക്ഷണിച്ചിരുന്നു. ചൊവ്വാഴ്ച മന്ത്രിമാർ നേരിട്ട് രാജ്ഭവനിലെത്തി ഔദ്യോഗികമായി ക്ഷണിക്കും. ഇത്തവണ സ്വാതന്ത്ര്യദിനത്തിൽ രാജ്ഭവനിൽ ഒരുക്കിയ വിരുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിന്നിരുന്നു. അതിനാൽ ഗവർണറെ ക്ഷണിക്കുമോ എന്നതിൽ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ 2022 ഓണാഘോഷ പരിപാടിയിലേക്ക് സർക്കാർ ക്ഷണിച്ചിരുന്നില്ല. സെപ്റ്റംബർ 3 മുതൽ 9 വരെയാണ് ഇത്തവണത്തെ ഓണം ആഘോഷം സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നത്. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സെപ്റ്റംബർ 3 വൈകിട്ട് 6 മണിക്ക് കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തിരുവനന്തപുരത്തെ 33 വേദികളിലായാണ് ഓണാഘോഷം. ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് സുപ്രീം കോടതിയിൽ വാദിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തും മുൻപ് നിലപാട് തീർത്തണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പിണറായി വിജയൻ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അയ്യപ്പ ഭക്തരെ വഞ്ചിച്ച ദേവസ്വം ബോർഡിന്റെ പഴയ ചെയ്തികൾ വിശ്വാസി സമൂഹം മറന്നെന്ന് കരുതരുതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും സമ്മർദ്ദത്തിനു വഴങ്ങി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സുപ്രീം കോടതിയിൽ സ്വീകരിച്ച നിലപാടുകൾ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ വിശ്വാസങ്ങളെയും വികാരങ്ങളെയും മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. ശബരിമലയ്ക്കായി അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്ന സർക്കാരിനും ബോർഡിനും അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കോടതിയിൽ പുതിയ നിലപാട് അറിയിക്കണം. ഇക്കാര്യത്തിൽ പരസ്യ പ്രസ്താവനയും ബോർഡ് നടത്തണം. NSS അടക്കമുള്ള നിരവധി സംഘടനകളെ എതിർത്ത് സുപ്രീം കോടതിയിൽ വാദിച്ച സർക്കാരും ബോർഡും അയ്യപ്പ ഭക്ത സംഗമം നടത്തുമ്പോൾ NSS ഉന്നയിച്ച ആശങ്കകൾ പരിഹരിക്കുക തന്നെ വേണം. ശബരിമലയിൽ നിലനിന്നു പോരുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെയും ക്ഷേത്രത്തിന്റെ പരിശുദ്ധി സംരക്ഷിച്ചുകൊണ്ടുമുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് അയ്യപ്പ സംഗമമെങ്കിൽ പിന്തുണയ്ക്കാമെന്ന NSS നിലപാട് സ്വാഗതാർഹമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു.
അയ്യപ്പ ഭക്ത സംഗമം നടത്തിപ്പിനുള്ള സമിതി രാഷ്ട്രീയ വിമുക്തമാവണമെന്ന NSS നിലപാട് ഹിന്ദു സമൂഹത്തിന്റെ ആശങ്കകൾ ഉൾക്കൊള്ളുന്നതാണ്. നടത്തിപ്പു സമിതിയിൽ തികഞ്ഞ അയ്യപ്പ ഭക്തർ മാത്രമേ പാടുള്ളൂ എന്ന NSS നിർദ്ദേശവും ബോർഡ് പാലിക്കണം. യുവതീ പ്രവേശനത്തെ ഭക്തജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള SNDP നിലപാടും ദേവസ്വം ബോർഡ് കണക്കിലെടുക്കണം. മറ്റു ഹിന്ദു സംഘടനകളുടെ ആശങ്കകളും പരിഹരിക്കപ്പെടണം എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാനുള്ള പിണറായി സർക്കാർ നീക്കത്തെ പ്രതിരോധിച്ചതിന്റെ പേരിൽ ആയിരക്കണക്കിന് പേരുടെ പേരിൽ ചുമത്തപ്പെട്ട കേസുകൾ പിൻവലിക്കാത്തത് സർക്കാരിന്റെ സ്വഭാവം വ്യക്തമാക്കുന്നതാണ്. ഭക്തസംഗമത്തിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന് CPM സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് സർക്കാർ ഇടപെടലിന്റെ സൂചനകളാണ്. സനാതനധർമ്മ വിരോധിയായ DMK നേതാവ് MK സ്റ്റാലിനെ അയ്യപ്പ ഭക്തസംഗമത്തിലേക്ക് ക്ഷണിച്ച സർക്കാർ നീക്കം BJP അതിശക്തമായ പ്രതിരോധമുയർത്തിയതോടെയാണ് പരാജയപ്പെട്ടത്. സമാനമായ രീതിയിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആരെങ്കിലും പമ്പയിലേക്ക് എത്തിയാൽ ബോർഡിന്റെ അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ വിശ്വാസി സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്നും രാജീവ് ചന്ദ്രശേഖർ മുന്നറിയിപ്പ് നൽകി. ഹിമാചൽ പ്രദേശിലെ മിന്നൽ പ്രളയത്തിനിടെ കൽപ്പയിൽ കുടുങ്ങിയ 25 അംഗ സംഘത്തിൽ മലയാളികളും. സംഘത്തിൽ 18 പേർ മലയാളികളാണെന്ന് വിവരം. സ്പിട്ടിയിൽ നിന്ന് കൽപ്പയിലേക്കെത്തിയ സംഘമാണ് ഷിംലയിൽ എത്താനാകാതെ 2 ദിവസമായി ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. കനത്ത മഴയും മണ്ണിടിച്ചിലും മൂലം റോഡ് മാർഗം യാത്ര സാധ്യമല്ല. ഓഗസ്റ്റ് 25-നാണ് ഇവർ ഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ചത്. ഭക്ഷണവും വെള്ളവും അടക്കം അവശ്യ സാധനങ്ങളുടെ ലഭ്യത കുറവുണ്ടെന്നും തങ്ങളെ ഷിംലയിൽ എത്തിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും മലയാളികൾ ആവശ്യപ്പെട്ടു. നിലവിൽ സുരക്ഷിതരാണെന്നും അധികൃതരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടെന്നും കുടുങ്ങിക്കിടക്കുന്ന മലയാളികളിൽ ഒരാളായ കൊച്ചി സ്വദേശി ജിസാൻ സാവു പറഞ്ഞു. കുടുങ്ങിയവരിൽ പലരുടെയും ആരോഗ്യനില മോശമാണെന്നാണ് വിവരം. തൃശൂർ പഴയന്നൂർ ചീരക്കുഴിയിൽ ചുമരിടിഞ്ഞു വീണ ഗൃഹനാഥന് ദാരുണാന്ത്യം. പഴയന്നൂർ ചീരക്കുഴി സ്വദേശി രാമൻകുട്ടിയാണ് മരിച്ചത്. വീട്ടിലെ ശുചിമുറി പൊളിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. ചുമരിടിഞ്ഞ് രാമൻകുട്ടിയുടെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായി പരുക്കേറ്റ രാമൻകുട്ടിയെ ഉടൻ തന്നെ ചേരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ആലപ്പുഴ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മതപ്പാട്ടിലായിരുന്ന ആന പാപ്പാന്മാരെ കുത്തി. ഹരിപ്പാട് സ്കന്ദൻ എന്ന ആന പാപ്പാനായ കരുണാകരംപള്ളി സ്വദേശി മണികണ്ഠനെയും പകരം വന്ന പാപ്പാനെയും കുത്തിയത്. ചങ്ങലെ അഴിച്ചുമാറ്റാൻ മുകളിൽ കയറിയ മണികണ്ഠനെ ആന കുലുക്കി താഴെയിട്ട് കുത്തുകയായിരുന്നു. ഗുരുതരമായി പരുക്കേറ്റ പാപ്പാനെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനുശേഷം ആനയെ ആനത്തറിയിലേക്ക് കൊണ്ടുവരുന്നതിനിടെ ആന വീണ്ടും മറ്റൊരാളെ കൂടി കുത്തി. പകരം വന്ന പാപ്പാനെയാണ് ആന ആക്രമിച്ചത്. ആനയെ മതപ്പാടിനെ തുടർന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അയ്യങ്കാളി ജയന്തി ആഘോഷത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ ഒഴിവാക്കി. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാഹുലിനെ KPMS പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയത്. KPMS കുളനട യൂണിയൻ സെപ്റ്റംബർ 6-ന് നിശ്ചയിച്ച പരിപാടിയിൽ നിന്നാണ് രാഹുലിനെ ഒഴിവാക്കിയത്. ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടകനായിട്ടാണ് രാഹുലിനെ നിശ്ചയിച്ചിരുന്നത്. രാഹുലിനെ നിശ്ചയിച്ച് പോസ്റ്ററും സംഘാടകർ അടിച്ചിരുന്നു. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിനെ ഉദ്ഘാടകനായി നിശ്ചയിക്കുകയായിരുന്നു.